ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു മെമ്മറി ട്രിക്കുമായിട്ടാണ്. അപ്പോൾ കുറച്ചു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നൊബേൽ പ്രൈസ് 2018 പഠിക്കാനായിട്ട്. അപ്പോൾ ഒരു സുഹൃത്ത് കമന്റ് ചെയ്തിരുന്നു അതിന്റെ മെമ്മറി ട്രിക്ക് ചെയ്യാമോ. ഓക്കെ, ശരിയാണ്, മെമ്മറി ട്രിക്ക് ഉണ്ടെങ്കിലാണ് ഇത് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ. അപ്പോൾ ഓരോ സയന്റിസ്റ്റുകളുടെ പേരുകൾ അല്ലെങ്കിൽ ഈ ഓരോ പ്രൈസ് കിട്ടിയ ആളുകളുടെ പേരുകൾ ഓപ്ഷനിൽ കാണുമ്പോൾ ഇന്നയാളാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതാണ് നമുക്ക് ആവശ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളൊരു മെമ്മറി ട്രിക്കാണിത്. ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം ഞാൻ പറയുന്ന ട്രിക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ, എഫക്റ്റീവ് ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം. അത് ലാസ്റ്റ് സ്ലൈഡ് വരെ നിങ്ങൾ കാണണം. അപ്പോൾ നമുക്കത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ വെറുതെ മെമ്മറി ട്രിക്ക് പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ അപ്പം തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സോ എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയവരാണ്. ഫിസിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയവരാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയവരുടെ പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർതർ അഷ്കിൻ, ഇദ്ദേഹമാണ് ആർതർ അഷ്കിൻ, ആൻഡ് ജെറാർഡ് മോറോ ആൻഡ് ഡോണ സ്ട്രിക്ലാൻഡ്. ഇവർക്ക് 3 പേർക്കുമാണ് ഫിസിക്സിൽ നൊബേൽ പ്രൈസ് 2018 ലഭിച്ചത്. ഓക്കെ, ഇനി ഇവരുടെ പേരുകൾ എങ്ങനെ ഓർത്തിരിക്കാം, അത് ഫിസിക്സുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതില് ആർതർ അഷ്കിൻ, ഡോണ സ്ട്രിക്ലാൻഡിന്റെ പേരിന് 2ാമത് എഴുതി, ജെറാർഡ് മോറോ ഇങ്ങനെ എഴുതിയേക്കുവാണ്. അപ്പൊ ഇവിടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാമല്ലേ. അപ്പോൾ ഈ ആർതർ അഷ്കിന്നിന്റെ ഈ AR ഞാൻ എന്തെന്ന് ഓർത്തു, അർജുൻ. ഓക്കെ, അല്ലെങ്കിൽ ആർച്ചറി അമ്പയത്ത് അങ്ങനെയും ഓർക്കാം കേട്ടോ. ആർച്ചറിന്നോ അർജുനോ ഓർക്കാം. ആൻഡ് ഡോണ എന്നുള്ളത് ഞാൻ എന്താക്കി, ദ്രോണ എന്നാക്കി. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങളിത് കേൾക്കുമ്പോൾ വറീഡ് ആവണ്ട, ഒന്ന് നോക്കുക, നമുക്കിത് കിട്ടും, ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. ഡോണ എന്ന് പറയുന്നത് എന്താണ്, ദ്രോണ എന്നാക്കി. അപ്പൊ ഇവിടെ നോക്കൂ, ദ്രോണാചാര്യര് അർജുനെ അമ്പയ്യാൻ പഠിപ്പിക്കുകയാണ് അല്ലെ, ആർച്ചറി പഠിപ്പിക്കുകയാണ്. അപ്പൊ ആർച്ചറി അല്ലെങ്കിൽ അർജുൻ ഏതെങ്കിലും ഓർത്തിരുന്നാൽ ഈ 6 കിട്ടും. ഓക്കെ, ഇനി ദ്രോണ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇനി നിങ്ങൾ ദ്രോണ എന്ന് ഓർക്കും. അപ്പൊ പഠിപ്പിക്കുന്നു. അപ്പൊ ഈ വില്ല് കൊലച്ച അമ്പ് ശരം തൊടുത്തു കഴിയുമ്പോൾ ഇതിന് മൂവ് ചെയ്യണമെങ്കിൽ എന്തു വേണം, കൈനറ്റിക് എനർജി വേണം അല്ലെ. അപ്പൊ അതിനെ വലിച്ചു നിർത്തി കഴിയുമ്പോൾ അതിനെന്തുണ്ട്, ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. വലിച്ചു വിട്ട് കഴിയുമ്പോൾ അതിന് കൈനറ്റിക് എനർജി, മൂവ് ചെയ്യാനുള്ള എനർജി ഉണ്ട്. ഈ കൈനറ്റിക് എനർജിയും ഈ പൊട്ടൻഷ്യൽ എനർജിയും ഒക്കെ പറയുന്നത് ഏത് സയൻസിലാണ്, ഫിസിക്സിലാണ്. അതുകൊണ്ട് ആർതർ അഷ്കിനും അതുപോലെ ഡോണ സ്ട്രിക്ലാൻഡും ഫിസിക്സുമായിട്ട് കണക്ട് ചെയ്തു നമുക്ക് പറയാം. ഇനി അടുത്തയാളുടെ പേരാണ് ജെറാർഡ് മോറോ. ഈ ജെറാർഡ് എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗിയർ എന്ന് കാണാൻ പറ്റും അല്ലെ, ഗിയർ എന്ന് അങ്ങനെ ഒരു ഇല്യൂഷൻ തോന്നും അല്ലെ. ജെറാർഡ് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, ഗിയർ എന്ന് അതിന് ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പൊ ഗിയർ കണ്ടില്ലേ, വണ്ടിയുടെ ഗിയർ, കാറിന്റെ ഒരു ഗിയർ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗിയർ എന്ന് പറയുന്നത് ഇതിനകത്തും വാഹനങ്ങളുടെ മൂവ്മെന്റിനും ഒക്കെ വേണ്ടത് എന്താണ്, കൈനറ്റിക് എനർജിയാണ്. എഗെയിൻ വാഹനങ്ങളുടെ മൂവ് ചെയ്യാനുള്ളതാണ് എന്ത്, ഗിയർ. അത് ഗിയർ മാറ്റുമ്പോഴാണ് പല സ്പീഡിൽ നമ്മളിത് പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് വാഹനങ്ങളുടെ കൈനറ്റിക് എനർജിക്കും ഉള്ളതാണ്. അപ്പൊ അതും റിലേറ്റഡ് ടു ഏതാണ്, ഫിസിക്സ് ആണ്. അപ്പൊ ആർതർ അഷ്കിൻ, ഡോണ സ്ട്രിക്ലാൻഡ്, ജെറാർഡ് മോറോ, ഗിയർ, അതും എന്താണ്, റിലേറ്റഡ് ടു ഫിസിക്സ് ആണ്. അപ്പൊ ഈ 3 പേരുടെയും പേര് ഫിസിക്സുമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോകാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നൊബേൽ പീസ് പ്രൈസ് ആണ്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ഒന്ന് നാദിയ മുറാദിനാണ്. അടുത്തത് ഡെനീസ് മുക്വേഗെ. നാദിയ മുറാദ് ഇതാണ്, ഡെനീസ് മുക്വേഗെ. ഇവർക്ക് 2 പേർക്കുമാണ് നൊബേൽ പീസ് പ്രൈസ് ലഭിച്ചത്. ഇനി ഇവരുടെ പേരുകൾ എങ്ങനെ പഠിക്കാം, എങ്ങനെ അത് പീസുമായിട്ട് കണക്ട് ചെയ്യാം എന്ന് നോക്കുക. അതിന് ഞാനൊരു പിക്ചർ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു കുട്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഓക്കെ, ഈ കുട്ടിയുടെ പേര് നാദിയ എന്ന് നമ്മൾ എടുത്തു. ഓക്കെ, ഈ കുട്ടിയുടെ പേരെന്താണ്, നാദിയ, മുസ്ലിം കുട്ടിയാണ്, നാദിയ എന്ന് പേരെടുത്തു. ഇനി മുറാദ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മുറാദ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ് അർത്ഥം. മുറാദ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, പ്രാർത്ഥന. അപ്പൊ ഈ കുട്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മൈൻഡിൽ വരും ഈ പീസ് പ്രൈസിന്റെ ഓർക്കുമ്പോൾ. നാദിയ മുറാദ്, നാദിയ എന്ത് ചെയ്യുവാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇനി ഡെനീസ് മുഖ്വേഗയിലെ ഈ ഡെനി എന്നുള്ളത് ദിനം എന്നുള്ള രീതിയിൽ ഞാൻ ആക്കി. ദിനം, അതായത് ഡെയിലി
ഡെയിലി എന്നുള്ള മീനിങ്ങിലാക്കി. അപ്പൊ എന്തായി? നാദിയ മുറാദ് എല്ലാ ദിവസവും, അതായത് എല്ലാ ദിനവും പ്രാർത്ഥിക്കുന്നു, എല്ലാ ദിവസവും അതായത് ഡെയിലി പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാന അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, സമാധാനം ഉണ്ടാവാനായിട്ട് എന്നും പ്രാർത്ഥിക്കും. എല്ലായിടത്തും സമാധാനം ഉണ്ടാവണേ, എല്ലായിടത്തും നല്ലത് വരണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കും. അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുക, നാദിയ മുറാദ് ചെയ്യുന്നു, നാദിയ പ്രാർത്ഥിക്കുന്നു ദിനവും. എന്തിനു വേണ്ടി? പീസിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ലോകത്തിലെ എല്ലായിടത്തും സമാധാനത്തിന് വേണ്ടി. അപ്പൊ ഇതും നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. അടുത്തത് കെമിസ്ട്രി. കെമിസ്ട്രിയിൽ 3 പേർക്കാണ് കിട്ടിയത്. ഫ്രാൻസിസ് എച്ച് അർണോൾഡ്, ജോർജ് പി സ്മിത്ത്, സർ ഗ്രിഗറി പി വിന്റർ. ഓക്കെ, ഇങ്ങനെ 3 പേർക്കാണ് കിട്ടിയത്. ഈ ഫ്രാൻസിസ് എച്ച് ആർണോൾഡ് എന്ന് പറയുന്ന ഇവരാണ്. ആൻഡ് ദിസ് ഈസ് ജോർജ് സ്മിത്ത് ആൻഡ് ദിസ് ഈസ് ഗ്രിഗറി പി വിന്റർ. ഓക്കെ, ഈ 3 പേർക്കുമാണ് കെമിസ്ട്രിയിൽ പ്രൈസ് കിട്ടിയത്. ഇനി ഇവരുടെ പേര് എങ്ങനെ ഓർത്തിരിക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഫ്രാൻസിസ് എച്ച് അർണോൾഡിന്ന് ഫ്രാൻസ് എന്ന് മാത്രം എടുത്തു. ഇവിടെ ഒരു പിക്ചർ കാണാം. ഫ്രാൻസിലെ ഒരു സ്ഥലമാണ്, ഈഫൽ ടവറൊക്കെ നിങ്ങൾക്ക് കാണാം. ജോർജ് പി സ്മിത്ത്, അതിനകത്ത് ഞാൻ സ്മിത്ത് എന്ന് മാത്രം എടുത്തു. ജോർജ് പി സ്മിത്തില് സ്മിത്ത് എന്ന് മാത്രം എടുത്തു, അല്ലെങ്കിൽ ജോർജ് ഒന്നും എടുക്കാം, ജോർജ് പി സ്മിത്ത് എന്ന് എടുത്തു. ഓക്കെ, സ്മിത്ത് എന്ന് തന്നെ എടുക്കാം. ഇനി അടുത്തത് സർ ഗ്രിഗറി പി വിന്റർ, അതിൽ ഞാൻ വിന്റർ എടുത്തു. അപ്പൊ ഇവിടെ നോക്കൂ, ഇത് ഫ്രാൻസ്. ഓക്കെ, ഫ്രാൻസിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു വിന്റർ സീസൺ ആണ് കേട്ടോ, തണുപ്പ് കാലത്തുള്ള ഫ്രാൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് ഫ്രാൻസിൽ ഈ വിന്റർ സമയത്ത് സ്മിത്ത് എന്നൊരാള് പോയി. ഫ്രാൻസിൽ വിന്റർ സമയത്ത് സ്മിത്ത് എന്നൊരാള് ടൂറ് പോയി. അപ്പൊ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് കോൾഡ് പിടിച്ചു, ഇൻഫെക്ഷൻ ഉണ്ടായി. സാധാരണ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? പൊടിപടലങ്ങൾ അല്ലെ, ഡസ്റ്റ് ഒക്കെ അടിച്ചിട്ടാണ് അല്ലെ. ഈ പൊടിപടലങ്ങളിലൊക്കെ എല്ലാത്തിലും എന്താണുള്ളത്? ആറ്റംസും മോളിക്യൂൾസും ആണുള്ളത് അല്ലെ. അതുപോലെ ആറ്റംസും മോളിക്യൂൾസും അതാണ് നമുക്ക് വേണ്ടത്. ആറ്റംസും മോളിക്യൂൾസും ഒക്കെ ഉള്ളത് എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്? കെമിസ്ട്രിയിലാണ് അത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഒരുപാട് ലോജിക് ഒന്നും തോന്നില്ല, പക്ഷേ നമുക്ക് എക്സാമിന് ഇത് പ്രയോജനപ്പെട്ടാൽ മതി, അത് മാത്രം ഓർക്കുക. അപ്പൊ കെമിസ്ട്രിയിൽ എങ്ങനെ കണക്ട് ചെയ്യാം? ഫ്രാൻസില് വിന്റർ സമയത്ത് പോയ സ്മിത്തിന് എന്ത് പറ്റി? ഇൻഫെക്ഷൻ വന്നു. ഇൻഫെക്ഷൻ കാരണമായത് പൊടിപടലങ്ങൾ എന്നൊക്കെ വിചാരിക്കുക, തണുപ്പ്, പൊടിപടലങ്ങൾ ആൻഡ് മോളിക്യൂൾസ്, ആറ്റംസ് എന്നൊക്കെ ഓർത്തിട്ട് എന്തിലേക്ക് വരിക? കെമിസ്ട്രിയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതും ഓർത്തു വെക്കുക. അടുത്തത് ഫിസിയോളജി ഓർ മെഡിസിൻ. ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിന് ആർക്കാണ് നൊബേൽ പ്രൈസ് ലഭിച്ചത്? ഇവർക്ക് 2 പേർക്കുമാണ്. ജെയിംസ് പി അലിസണും തസൂക്കു ഹോൻജോയും. ജെയിംസ് പി അലിസണും തസൂക്കു ഹോൻജോ, ഈ 2 പേർക്കാണ് കിട്ടിയത്. ഇനി എങ്ങനെ ഇവരുടെ പേര് നമുക്ക് ഓർത്തു വെക്കാം എന്ന് നോക്കാം. നോക്കൂ, ജെയിംസ് പി അലിസണിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടേക്കാണ് കേട്ടോ. അതായത് ജെയിംസിന്റെ സണ്ണിന് ഈ LLI അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താവും? ഇല്ലെന്നാവും അല്ലെ. ഇല്ലെന്ന് വെച്ചാൽ എന്താണ്? അസുഖം അല്ലെ. അപ്പൊ അസുഖം റിലേറ്റഡ് ടു മെഡിസിൻ. ഓക്കെ, അപ്പൊ ജെയിംസിന്റെ സണ്ണിന് ഇൽ വന്നു. ഓക്കെ, അപ്പൊ എന്ത് കൊടുത്തു? മെഡിസിൻ കൊടുത്തു. മെഡിസിൻ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? സുഖമായി. സുഖു, ആ താസുക്കൂല് സുഖു. ഓക്കെ, അപ്പോ ജെയിംസിന്റെ സണ്ണിന് ഇൽ വന്നു. അപ്പോ മെഡിസിൻ കൊടുത്തു, സുഖമായി. അപ്പൊ എന്താണ്? മെഡിസിനുമായിട്ട് ബന്ധപ്പെടുത്തുകയും നമ്മൾ ചെയ്തു അല്ലെ. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അടുത്തതിലേക്ക് പോവാം. ഇതാണ് ലാസ്റ്റ് വൺ, എക്കണോമിക് സയൻസസ് അല്ലെങ്കിൽ എക്കണോമി. എക്കണോമിയിൽ ആർക്കാണ് നോബൽ പ്രൈസ് കിട്ടിയത്? വില്യം ഡി നോർത്തസിനും പോൾ എം റോമർ. വില്യം ഡി നോർത്തസിനും പോൾ എം റോമറിനുമാണ് ഈ എക്കണോമിക് സയൻസിൽ കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇനി ഇവരുടെ പേര് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. ഇതില് ഈ വില്യം എന്നുള്ളതിൽ, ആ വില്യം എന്നുള്ളതിന്റെ പേര് ഞാൻ ജസ്റ്റ് വില്ലൻ എന്നാക്കി. വില്ലൻ, സിനിമയിലൊക്കെ കാണുന്ന ഹീറോ വില്ലൻ, അതില് വില്ലൻ എന്നാക്കി. ഓക്കെ, ഇനി പോൾ എം റോമറിന്റെ പേരിൽ നിന്ന് റൂമർ എന്നാക്കി. ഓക്കെ, റൂമർ. അപ്പോൾ ഈ വില്ലന്മാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യും? റൂമറുകൾ പരത്തും അല്ലെ. വില്ലന്മാര് റൂമറുകൾ ഉണ്ടാക്കും. സാധാരണ ഈ വില്ലന്മാരൊക്കെ നല്ല ഹൈ എക്കണോമി ഉള്ളവരായിരിക്കും അല്ലെ, നല്ല ഹൈ സ്റ്റാറ്റസ് ഉള്ളവരായിരിക്കും, നല്ല പൈസ, നല്ല റിച്ച് ആൾക്കാരായിരിക്കും. അങ്ങനെ വിചാരിക്കുക. സൽക്കാലം നമ്മുടെ വില്ലൻ നല്ല റിച്ച് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ വില്ലൻ, റൂമർ വരുത്തുന്ന വില്ലൻ, അവൻ എങ്ങനെയാണ്? എക്കണോമിക്കലി നല്ല പൊസിഷനിലാണ് അല്ലെങ്കിൽ റിച്ച് ആണ്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക.
ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം ഈ കോഡ് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ, അക്സെപ്റ്റ് ചെയ്താൽ മതി. കാരണം ഇതിന്റെ തന്നെ ഒരുപാട് കോഡുകൾ അവൈലബിൾ ആണ്, ഞാനും നോക്കി. അപ്പോൾ ഒരുപാട് കോഡ്സ് അവൈലബിൾ ആണ്. ബട്ട് ഇത് ബെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് എനിക്ക് ഓർത്തിരിക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്കും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ടെസ്റ്റ് യുവർ സെൽഫ് ഇഫ് ഇറ്റ് ഈസ് എഫക്റ്റീവ് ഒന്ന് നോക്കുക. അപ്പൊ ആദ്യം നിങ്ങൾ നോക്കൂ, വില്യം ഡി നോർത്തസ്. ഞാൻ ചിന്തിക്കുമ്പോൾ നിങ്ങളും ചിന്തിക്കുക, വില്യം ഡി നോർത്തസ്. അവിടെ എന്താണ് വന്നിരിക്കുന്നത്? വില്യം അല്ലേ? നമ്മൾ ഓർത്തിരുന്നു, വില്യത്തിനെ നമ്മൾ വില്ലനാക്കി. ഓക്കെ, വില്ലൻ റൂമർ വരുത്തു, എന്നിട്ട് എന്താണ് വില്ലൻ? നല്ല എക്കണോമി ഉള്ളവനാണ്. അപ്പൊ ഏതിലാണ് സമ്മാനം കിട്ടിയത്? എക്കണോമി. ഓക്കെ, എക്കണോമിയിലാണ് കിട്ടിയത്. അടുത്തതോ ജെറാർഡ് മോറോ ഏതായിരുന്നു? ഈ ജെറാർഡിന്റെ പേരില് നമ്മൾ ഗിയർ എന്ന് പറഞ്ഞല്ലേ, ഗിയർ. അപ്പോൾ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു, ഗിയർ വരുന്നത് ഏതിനകത്താണ്? കൈനറ്റിക് എനർജി, ഫിസിക്സിനകത്താണ്. അടുത്തത് ഡെന്നീസ് മുക്കുവേഗെ ദിനവും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? പീസിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അല്ലെ. സോ ഇത് ഫിസിക്സ്, അടുത്തത് പീസ്. ഓക്കെ, ഇനി പോളം റോമർ ആണെങ്കിലോ, പോളം റോമറിന്റെ നമുക്ക് എന്താണ് ഓർമ്മ? റൂമർ പരത്തുന്നത് ആരാണ്? വില്ലനാണ്. വില്ലൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. അയാൾ നല്ല എക്കണോമിയിലാണ്. ഇനി അടുത്തത് ഫ്രാൻസിസ് എച്ച് അർണോൾഡ്. ഫ്രാൻസിൽ പോയപ്പോ എന്ത് സംഭവിച്ചു? ആലോചിച്ച് നോക്കാം. ഫ്രാൻസില് വിന്റർ സമയത്ത് സ്മിത്ത് പോയി. അപ്പൊ ആ പുള്ളിക്ക് എന്ത് സംഭവിച്ചു? ഇൻഫെക്ഷൻ വന്നു. ആറ്റംസും മോളിക്യൂൾസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ദെൻ ഹീസ് റിലേറ്റഡ് ടു കെമിസ്ട്രി. അപ്പൊ നമ്മൾ ആ പഠിച്ച കാര്യങ്ങളൊന്നോടെ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി തസൂക്കു ഹോഞ്ചോ. തസൂക്കുവില് നമ്മൾ സുഖു ആണ് പഠിച്ചത്, സുഖമായി. ഓക്കെ, അപ്പോ സുഖമായി, മെഡിസിൻ കൊടുത്തപ്പോൾ സുഖമായി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പൊ ഇത് റിലേറ്റഡ് ടു തസൂക്കു, റിലേറ്റഡ് ടു ഏതാണ്? മെഡിസിൻ. അടുത്തത് സർ ഗ്രിഗറി പി വിന്ററിൽ ഫ്രാൻസിൽ പോയപ്പോഴാണല്ലേ വന്നത്. അപ്പൊ അതെന്തായിരുന്നു? അഗെയിൻ കെമിസ്ട്രി. ഇനി ജെയിംസ് പി അലിസൺ. ജെയിംസിന്റെ സണ്ണിന് ഇൽ വന്നു, അപ്പൊ മരുന്ന് കൊടുത്തു അല്ലെ. അപ്പൊ മെഡിസിൻ. അടുത്തത് നാദിയ മുറാദ്. നാദിയ എന്ന പെൺകുട്ടി എന്നും, മുറാദ് എന്ന് വെച്ചാൽ പ്രാർത്ഥന, എന്നും പ്രാർത്ഥിക്കുന്നു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? പീസ്, സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അടുത്തത് സമാധാനപൂർണമായ ഒരു രാജ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അടുത്തത് ആർത്തർ അഷ്കിനിലെ ആർ ഫോർ റിലേറ്റഡ് ടു അർജുൻ അല്ലെങ്കിൽ ആർച്ചറി. അപ്പൊ ദ്രോണാചാര്യ പഠിപ്പിക്കുന്നത് ആലോചിക്കുക. വില്ല് കുലയ്ക്കുന്നു. അപ്പൊ അത് നീ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി വലിച്ചു നീട്ടുമ്പോൾ. അപ്പോ ഇതിനകത്ത് ഏതാണ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്? എഗെയിൻ ഫിസിക്സ് ആണ്. അടുത്തത് ജോർജ് പി സ്മിത്ത് ആണ് ഫ്രാൻസിൽ വിന്റർ സമയത്ത് പോയത്. അപ്പോൾ അതും കെമിസ്ട്രി. ഇനി ഡോണ റിലേറ്റഡ് ടു ദ്രോണയായിട്ടാണ് നമ്മൾ പറഞ്ഞത്, ദ്രോണാചാര്യര് അല്ലേ. അപ്പോൾ അതും റിലേറ്റഡ് ടു എന്താണ്? ഫിസിക്സ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ഈ കാണുന്ന വ്യൂസിന്റെ അത്രയും ലൈക്സ് ഒന്നും കാണാറില്ല. അപ്പം അത്രയും പേർക്ക് ലൈക്ക് ചെയ്യുന്നില്ല എന്നായിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കത് എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് എല്ലാ പ്ലേലിസ്റ്റുകളും താഴെയുണ്ട്. www.bibimohan.com നിങ്ങൾക്ക് നോട്ട്സുകൾ ലഭിക്കുന്നതാണ്. വീണ്ടും ഇനിയും ഷോർട്ട് കട്ട്സുകൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.